ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയ നെക്സോൺ ഫേസ് ലിഫ്റ്റിൻ്റെയും അതുപോലെ ഈ അടുത്ത് വന്ന നമ്മുടെ സോണറ്റ് ഫേസ് ലിഫ്റ്റിൻ്റെയും കൈൻഡ് ഓഫ് ഒരു കമ്പാരിസൺ എന്ന് പറയാം. പക്ഷേ ഞാൻ കൂടുതലും പോയിന്റ്സ് ഇങ്ങനെ കവർ ചെയ്യായിരിക്കും. അതായത് ഈ വണ്ടി എടുക്കാനുള്ള സോണറ്റ് എടുക്കാനുള്ള കുറച്ച് റീസൺസും അതുപോലെ തന്നെ നമ്മുടെ നെക്സോൺ ഫേസ് ലിഫ്റ്റ് എടുക്കാനുള്ള കുറച്ച് റീസൺസും. നമുക്ക് ആദ്യം ഈ രണ്ട് വണ്ടികളുടെ ഡയമെൻഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ രണ്ടും സബ് 4 മീറ്റർ കോമ്പാക്ട് SUVs ആയതുകൊണ്ട് തന്നെ ലെങ്ത് എക്സാക്ട്ലി സെയിം ആണ്. അത് 4 മീറ്ററിന് താഴെ ആയിരിക്കും എന്തായാലും. പക്ഷേ രണ്ടിൻ്റെയും സെയിം 3995 മില്ലിമീറ്റേഴ്സ് ആണ് ലെങ്ത് വരുന്നത്. വിട്ടിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. 14 മില്ലിമീറ്റേഴ്സ് നെക്സോണിന് കൂടുതലാണ്. 1804 മില്ലിമീറ്റേഴ്സ് ആണ് നെക്സോണിൻ്റെ വിട്ട് വരുന്നത്. പക്ഷേ സോണറ്റിൻ്റെ ജസ്റ്റ് 1790 വരുന്നുള്ളൂ. അവിടെ വ്യത്യാസമുണ്ട്. പിന്നെ ഹൈറ്റ് ആണെങ്കിലും സോണറ്റിന് 22 മില്ലിമീറ്റേഴ്സ് കൂടുതലാണ്. 1642 മില്ലിമീറ്റേഴ്സ് ആണ് സോണറ്റിൻ്റെ ഹൈറ്റ്. പക്ഷേ നെക്സോണിൻ്റെ ഹൈറ്റ് 1620 മില്ലിമീറ്റേഴ്സ് ആണ്. ഞാനിത് ജസ്റ്റ് ഡയമെൻഷൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അല്ലാണ്ട് ഹൈറ്റ് കൂടുതലും ഹൈറ്റ് കുറവും കൊണ്ട് വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല. ഇതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. ഈ 10 മില്ലിമീറ്റർ 5 മില്ലിമീറ്റർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് റിയൽ ലൈഫിൽ വലിയതായിട്ട് മനസ്സിലാവുകയില്ല. ഓക്കെ, എന്തായാലും ഇനിയും വ്യത്യാസം നോക്കുകയാണെങ്കിൽ വീൽ ബേസ് ഓൾമോസ്റ്റ് സെയിം ആണ്. ചെറിയ വ്യത്യാസമുള്ളൂ. നെക്സോൺ 2498 മില്ലിമീറ്റേഴ്സും സോണറ്റ് 2500 മില്ലിമീറ്റർ, അതായത് 2 മില്ലിമീറ്റേഴ്സിൻ്റെ വ്യത്യാസം. ബൂട്ട് സ്പേസും ഗ്രൗണ്ട് ക്ലിയറൻസും ഞാൻ നെക്സോണിൻ്റെ കാര്യത്തിൽ കമ്പയർ ചെയ്ത് പറയാം. നമുക്ക് എന്തായാലും ഇനി എന്തൊക്കെ ഫീച്ചേഴ്സാണ് നെക്സോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സോണറ്റിന് കൂടുതലുള്ള എന്ന് നോക്കാം. അതിൽ ആദ്യത്തേതും ഈ സെഗ്മെൻറ്റിലെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറുമാണ് ഫ്രണ്ടിലത്തെ ഡ്രൈവർ സീറ്റിന് പവർ അഡ്ജസ്റ്റ്മെൻറ്റ്. അത് 4 വേ ഉള്ളൂ. അതായത് സ്ലൈഡും റിക്ലൈനും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈറ്റൊക്കെ മാനുവലായിട്ട് തന്നെ കൂട്ടണം. പക്ഷെ എന്നാൽ പോലും ഈ സെഗ്മെൻറ്റിലാകെ വെന്യൂവിനും അതുപോലെ സോണറ്റിനും മാത്രമേ ഈ ഒരു ഫീച്ചർ വരുന്നുള്ളൂ. ഒരു ഫീൽ ഗുഡ് ഫീച്ചറാണ് ഈ പ്രൈസ് പോയിന്റിൽ. പിന്നെ നമുക്ക് ഈ സോണറ്റിലും വെന്യൂവിലും രണ്ടിലും ഉണ്ട്. അതും ഈ രണ്ട് വണ്ടികളും മാത്രമേ ഉള്ളൂ സെഗ്മെൻറ്റിൽ. അതാണ് ലെവൽ 1 അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റത്തിൽ വരുന്ന ഫീച്ചേഴ്സ്. ഇത് ഫുള്ളി ഫ്ലഷ്ഡ് ലെവൽ 2 ഫീച്ചേഴ്സ് അല്ല, നമുക്ക് കുറച്ചുകൂടെ പ്രീമിയം വണ്ടികൾ കിട്ടുന്ന പോലെ. എന്നാൽ പോലും ഈ സെഗ്മെൻറ്റിൽ എക്സ്ക്ലൂസീവായിട്ട് ഓഫർ ചെയ്യുന്നുണ്ടല്ലോ. നെക്സോണിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ മിക്കവാറും നെക്സോണിൽ അടുത്ത വർഷം ഒരു സംഭവം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ടാറ്റ അവരുടെ ഹാരിയറിലും സഫാരിയിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സോണിൽ മിസ്സായി പോകുന്നൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറും അതുപോലെ സോണറ്റിലുള്ളതുമായിട്ടുള്ളൊരു ഫീച്ചറാണ് റിയർ ഡിസ്ക് ബ്രേക്സ്. ഇത് നെക്സോൺ EVയിലുണ്ട്. പക്ഷേ നമുക്ക് നോർമൽ നെക്സോൺ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നില്ല. പക്ഷേ സോണറ്റിൽ പുതിയതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. HTX മോഡലും പോലെ എല്ലാത്തിലും ബാക്കിൽ ഡിസ്ക് ബ്രേക്ക്. അത് വളരെ നല്ല ഒരു മൂവായി. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫീച്ചറാണ് 4 ഡോറിലും പവർ വിൻഡോസിന് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഫംഗ്ഷൻ ഉള്ളത്. അത് നെക്സോണിലാകെ ഡ്രൈവർ സൈഡിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ സോണറ്റിലെ എല്ലാ വിൻഡോസിലും നമുക്ക് ഓട്ടോ അപ്പ് ആൻഡ് ഓട്ടോ ഡൗൺ ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അതും ഈ സെഗ്മെൻറ്റിൽ പൊതുവെ അങ്ങനെ കാണാത്തൊരു ഫീച്ചറാണ്. കിയ കൊടുത്തിട്ടുണ്ട്. വളരെ നന്നായി. ഇത്രയാണ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത പ്രോ ആയിട്ടുള്ളൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഈ വണ്ടിയിൽ വരുന്ന എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. നമുക്കിപ്പോൾ പറഞ്ഞു വരുമ്പം ഇതിനകത്ത് 3 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ 3 2 എഞ്ചിൻസ് വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ ആദ്യത്തെ 1 ലിറ്റർ ടർബോ, അത് ഒരു ടർബോ ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിനാണ്. നെക്സോണിൽ വരുന്ന പോലെ ഇപ്പോഴും multi-point-fuel ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന എഞ്ചിനല്ല. അതുകൊണ്ട് തന്നെ 120 bhp 120 bhp രണ്ടിലും 120 bhp തന്നെയാണ് വരുന്നത്. നെക്സോണിൻ്റെ 1.2 ടർബോയിലും അതുപോലെ സോണറ്റിന് 1 ലിറ്റർ TGD ആയാലും. പക്ഷേ എന്നാൽ പോലും റിയൽ ലൈഫിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് സോണറ്റിൻ്റെ ടർബോ പെട്രോൾ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സോണറ്റാണ് കുറച്ചുകൂടെ മുമ്പിൽ നിൽക്കുന്നത്. ഇനി ഡീസൽ എഞ്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും എഞ്ചിൻ വൈസ് ഞാൻ ഒരിക്കലും നെക്സോണിൻ്റെ 1.5 ഡീസൽ എഞ്ചിന് കുറ്റം പറയില്ല. കാരണം അതൊരു നല്ല എഞ്ചിനാണ്. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ പവർ തരുന്നുണ്ട്. 115 bhp 260 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കാണ് നെക്സോണിന്. പക്ഷേ 115 bhp 250 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുള്ള സോണറ്റിൻ്റെ. പക്ഷേ എന്നാൽ ഇവിടെ വ്യത്യാസം വരുന്ന ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലാണ്. നമുക്ക് സോണറ്റിൽ ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ പ്രോപ്പർ ഓട്ടോമാറ്റിക് ആണ്. പക്ഷേ നെക്സോണിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു AMT ഗിയർ ബോക്സ് ആണ്. അതായത് നമ്മൾ ഈ കുറച്ച് ബഡ്ജറ്റ് വണ്ടിയിലൊക്കെ കാണുന്ന രീതിയിലുള്ള സംഭവം. അതൊന്ന് മാറ്റി ടോർക്ക് കൺവെർട്ടർ കൊടുത്തിരുന്നെങ്കിൽ നെക്സോണിൻ്റെ ഡീസലും ഒരു കിടലൻ ബൈ ആണ് ഓട്ടോമാറ്റിക്കിൽ. മാനുവൽ കുഴപ്പമൊന്നുമില്ല. മാനുവൽ രണ്ടിലും നല്ല പവറാണ് ഓഫർ ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ്റെ കാര്യത്തിൽ 1 ലിറ്റർ ടർബോ വലിയ കുഴപ്പമില്ല. കാരണം നമുക്ക് നെക്സോണിലും 7 സ്പീഡ് DCA, അതായത് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ആണ്. സോണറ്റിലും 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക് തന്നെയാണ് കിട്ടുന്നത്. കുറച്ചുകൂടെ ഫാസ്റ്റർ ഷിഫ്റ്റ് സോണറ്റിലാണ് എന്ന് മാത്രം. പക്ഷേ ടാറ്റയുടെ വെറ്റ് ക്ലച്ച് ആണ്. അതുകൊണ്ട് അത് കുറച്ചുകൂടെ റിലയബിൾ ആയിരിക്കേണ്ടതാണ്. ടെക്നിക്കലി കുറച്ചുകൂടെ റിലയബിൾ ആയിരിക്കും. വെറ്റ് ക്ലച്ച് ആയതുകൊണ്ട് ഹീറ്റിംഗ് ഇഷ്യൂസ് കുറവായിരിക്കും. ടാറ്റ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. സോറി, അതിപ്പോൾ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അത് ചിലപ്പം റിലയബിലിറ്റി ഇഷ്യൂസ് വന്നേക്കാം. ഏതായാലും ഇതുവരെ ടാറ്റയുടെ ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കിൻ്റെ ഫെയിലിയേഴ്സ് ഒന്നും ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അൾട്രോസ് TCL മുതൽ വന്നതാണത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഓൾമോസ്റ്റ് സോർട്ടഡാണ് എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. പിന്നെ വരുന്ന സോണറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് IMT ഗിയർ ബോക്സ് ആണ്. ഇതൊരു എക്സ്ക്ലൂസീവ് സംഭവമാണ്. ഹ്യുണ്ടായി കിയ വണ്ടികൾ മാത്രമേ ഇതുള്ളൂ. ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഇതിൻ്റെ ഫുൾ ഫോം. അതായത് ബേസിക്കലി സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ക്ലച്ച് ഇല്ലാത്ത മാനുവൽ ട്രാൻസ്മിഷനാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇത് ഞാനങ്ങനെ വലിയതായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക്
വേണമെങ്കിൽ പ്യൂർ ഓട്ടോമാറ്റിക് എടുക്കാം, മാനുവൽ വേണമെങ്കിൽ പ്യൂർ മാനുവൽ എടുക്കാം. ഇത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഓടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നോർമൽ മാനുവൽ വണ്ടി ഓടിക്കുമ്പോൾ എന്തായാലും പണി കിട്ടും. കാരണം നമ്മൾ ക്ലച്ച് കൊടുക്കാതെ ഗിയർ ഇടാൻ നോക്കും. അത് ഒരു പ്രാവശ്യം ഓടിക്കുമ്പോഴുള്ള കാര്യമല്ല പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഇതുകൊണ്ട് അങ്ങ് യൂസ് ടു ആയി കഴിഞ്ഞാലുള്ള സംഭവമാണ് പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ ചുമ്മാ ഒരു പ്രാവശ്യം ടെസ്റ്റ് ഡ്രൈവ് എടുത്തു കഴിഞ്ഞാൽ നമ്മളങ്ങനെ മാനുവൽ വണ്ടിയിൽ കയറി ക്ലച്ച് കൊടുക്കാണ്ടിരിക്കുകയൊന്നുമില്ല. എനിവേ അതാണ് സംഭവം. പിന്നെ വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു പോയിന്റ് സർവീസാണ്. അത് പക്ഷേ ഓരോ ഡീലർഷിപ്പ് വൈസ് വ്യത്യാസം വരും. കാരണം ഇപ്പോൾ ടാറ്റയ്ക്കാണെങ്കിൽ എല്ലാ ഡീലർഷിപ്പിൻ്റെയും സർവീസ് മോശമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കിയയുടെയും അങ്ങനെ തന്നെയാണ്. എല്ലാ ഡീലർഷിപ്പിൻ്റെയും സർവീസ് കിട്ടില്ലൊന്നുമല്ല. ചില ഡീലർഷിപ്പുകൾ മോശമുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് ആ സ്ഥലത്തെ അവിടെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഡീലർഷിപ്പിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, സർവീസ് ക്വാളിറ്റി എങ്ങനെയാണെന്നൊക്കെ. രണ്ട് കമ്പനികളിൽ അതുപോലൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് നെക്സോണിൻ്റെ പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ മറ്റടുത്ത് പറയേണ്ടിരുന്ന ബൂട്ട് സ്പേസും ഗ്രൗണ്ട് ക്ലിയറൻസും അതിവിടെ ഇങ്ങോട്ട് തീർത്തേക്കാം. ഈ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ നെക്സോണിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നെക്സോണിൻ്റെ 208 മില്ലിമീറ്റേഴ്സും സോണറ്റിൻ്റെ 205 മില്ലിമീറ്റേഴ്സുമാണ്. 3 മില്ലിമീറ്റേഴ്സ് വ്യത്യാസമുള്ളൂ. റിയൽ ലൈഫിലൊന്നും നിങ്ങൾ അറിയാൻ പോകുന്നില്ല, എന്നാലും കമ്പാരിസൺ ആണല്ലോ, പറയുമ്പോൾ പറയണമല്ലോ. പിന്നെ ബൂട്ട് സ്പേസ് നെക്സോണിൻ്റെ 382 ലിറ്റേഴ്സാണ്, സോണറ്റിൻ്റെ 385 ലിറ്റേഴ്സാണ്. അതായത് 3 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് നെക്സോണിൻ്റെ കുറവാണ്. എഗെയിൻ നിങ്ങൾ റിയൽ ലൈഫിൽ വ്യത്യാസമൊന്നും അറിയാൻ പോകുന്നില്ല. പക്ഷേ ഇനി നമുക്ക് ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസം നോക്കാം. കാരണം അവിടെ വ്യത്യാസം നിങ്ങൾ അറിയും. ആദ്യത്തെ വ്യത്യാസം വരുന്നത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ ആണ്. അത് എന്നെ തെറ്റായിട്ട് വിചാരിക്കരുത്, സോണറ്റിൽ അത് ഇപ്പോഴും ഇല്ല. സോണറ്റിന് ഒരു 8 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമുള്ള മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ സംഭവം വരുന്നുണ്ട്. 10.25 ഇഞ്ചസ് ഇൻഫോർടൈൻമെൻ്റ് ഉള്ള മോഡലാണ് നമുക്ക് വയർലെസ് കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഇല്ലാത്ത. വയർഡായിട്ട് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. പക്ഷേ നെക്സോണിൽ 10.25 ഇഞ്ച് ആണെങ്കിലും 7 ഇഞ്ച് ആണെങ്കിലും രണ്ടിലും വയർലെസ് സപ്പോർട്ടുണ്ട്. ഇനി അടുത്ത ഫീച്ചർ നെക്സോണിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടം തന്നെയാണ് രണ്ട് വണ്ടികളും വരുന്നത്. പക്ഷേ നെക്സോണിൻ്റെ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ബട്ടൺസ് ഒക്കെ സോഫ്റ്റ് ടച്ച് ആണ്. പിന്നെ ഇലൂമിനേറ്റഡ് ടാറ്റ ലോഗോ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മൾ വണ്ടി ഓഫ് ആക്കുമ്പോൾ ആ ലോഗോ പോകും. അതൊരു യൂണീക്ക് ടച്ച് ആയതുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാണ്ട് ഒരു ഭയങ്കര വലിയ ഫീച്ചറായിട്ടൊന്നും പറഞ്ഞല്ല. അതുപോലെ നെക്സോണിന് വരുന്ന മറ്റൊരു യൂണീക്ക് ടച്ച് ആണ് ഇതിൻ്റെ AC കൺട്രോൾസ്. അവർ നോർമലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഫാൻ സ്പീഡും ടെമ്പറേച്ചർ ഗേജും ഒക്കെ അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ടച്ചിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കാണാൻ അത്യാവശ്യം രസമുണ്ട്. ഗ്ലോസി ബ്ലാക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഫിംഗർ പ്രിൻ്റ് ഒക്കെ പെട്ടെന്ന് പതിയും. പക്ഷെ എന്നാൽ പോലും സോണറ്റിൻ്റേതിലിരിക്കുന്ന കുറച്ച് കൺവെൻഷനാണ്. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മോഡേൺ ആയിട്ട് തോന്നില്ല. പുതിയ ഫേസ് ലിഫ്റ്റിൽ അവർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ കാണുമ്പോൾ പ്രീമിയം നെക്സോണിൻ്റെ ആണ്. അടുത്ത ഫീച്ചർ ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ആണ്. ഇതിപ്പോഴത്തെ പുതിയ വണ്ടികളിലൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. ഓട്ടോ ഹെഡ് ലാംപ്സ് കൊടുക്കും, അത് നെക്സോണിലും സോണറ്റിലുണ്ട്. പക്ഷേ ഓട്ടോ വൈപ്പേഴ്സ് നെക്സോണിൽ മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്ന ഒരു ഫീച്ചർ ഈ വണ്ടിയുടെ സ്പീക്കേഴ്സാണ്. 9 സ്പീക്കർ JBLൻ്റെ സൗണ്ട് സിസ്റ്റമാണ് നമുക്ക് നെക്സോണിൽ കിട്ടുന്നത്. 7 സ്പീക്കർ ബോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് നമുക്ക് സോണറ്റിൽ കിട്ടുന്നത്. നെക്സോണിൽ ഒരു സബ് വൂഫറും അതുപോലെ 4 ട്വിറ്ററും 4 സ്പീക്കർ തുടങ്ങിയ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നെക്സോൺ തീർച്ചയായും നല്ലത് തന്നെയായിരിക്കും. പിന്നെയുള്ളത് ഒരു ചെറിയ ടച്ചാണ്, അംബ്രല ഹോൾഡർ. അത് നെക്സോണിൻ്റെ ഡോർ സൈഡ് പോക്കറ്റ്സിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഇത് നെക്സോണിന് മാത്രമേ ഉള്ളൂ, സോണറ്റിലില്ല. അതൊരു യൂണീക്ക് ടച്ചാണ്, രസമുള്ള സംഭവമാണല്ലോ കുടയൊക്കെ വെക്കണമെങ്കിൽ. ഇനി വേറൊരു സംഭവം ഉള്ളത് ഡ്രൈവർ സൈഡ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നെക്സോണിൽ ഇപ്രാവശ്യം കോ ഡ്രൈവർ സീറ്റ്, അതായത് ലെഫ്റ്റ് സൈഡിലെ സീറ്റിലും ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഡ്രൈവർ ഇരിക്കുന്നതനുസരിച്ച് പൊങ്ങി നോക്കി ഇരിക്കാം. നല്ലൊരു സംഭവമാണ്. പിന്നെ നെക്സോണിൻ്റെ ലൈറ്റ്സിനൊക്കെ വെൽക്കം ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വണ്ടി ലോക്ക് ചെയ്യുമ്പോഴും അൺലോക്ക് ചെയ്യുമ്പോഴും രാത്രിയൊക്കെ ആണെങ്കിലും ഈ ലൈറ്റിങ്ങിന് ഇടുന്ന ഡാൻസ് ഒക്കെ കളിക്കും. ബാക്കിലെ ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് അത് കാണാനൊരു രസമാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി തുള്ളിച്ചാടിയൊക്കെ കളിക്കും. ഓക്കെ, അത് സോണറ്റിലില്ല, നെക്സോണിൽ മാത്രമേ ഉള്ളൂ. രാത്രിയാണ് ഏറ്റവും രസം. പിന്നെ ഇതൊന്നും അല്ലാണ്ട് കുറേ കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആവട്ടെ, 10.25 ഇഞ്ച് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആവട്ടെ, ഫ്രണ്ടിൽ വരുന്ന വെന്റിലേറ്റഡ് സീറ്റ്സ് ആവട്ടെ, അതുപോലെ നമ്മുടെ സൺറൂഫ് ആവട്ടെ, പിന്നെന്താ ഓട്ടോ AC ആവട്ടെ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആവട്ടെ, എയർ പ്യൂരിഫയർ ആവട്ടെ. അത് സോണറ്റിലൊരു ഡിസ്പ്ലേ സ്ക്രീൻ അഡീഷണൽ ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നെക്സോണിലെയും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് എയർ പ്യൂരിഫയറിൻ്റെ കൺട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും എടുക്കണ്ട, അതൊക്കെ ബേസിക്കലി നമുക്ക് അറിയാവുന്ന സാധനങ്ങളാണ്. ഇത് ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് പറഞ്ഞത്, അതായത് ഓരോന്നിലും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ്. ഇനി അതല്ലാണ്ട് ബാക്കി കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നെക്സോണിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ സ്പേസ് മാനേജ്മെൻറ്റ്. സോണറ്റിൻ്റെ ബാക്ക് സീറ്റ് കുറച്ച് ക്രാംഡാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരാളിരിക്കുകയാണെങ്കിൽ ബാക്കിൽ വലിയ രീതിയിൽ നമുക്ക് സ്പേസ് കിട്ടുന്നില്ല. പക്ഷേ നെക്സോണിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ബാക്കിൽ നല്ല രീതിയിൽ സ്പേസ് അവൈലബിൾ ആണ്. അതുപോലെ നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കിലൊക്കെ ലോങ് ഇരിക്കുകയാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല, അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഇതുപോലെ തന്നെ കംഫർട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഭവമാണ് റൈഡ് ക്വാളിറ്റി. സോണറ്റ് കുറച്ച് സ്റ്റിഫാണ് അതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ്. അത് നമ്മൾ ഈ ചെറിയ ചെറിയ ഗട്ടറിൽ കൂടെ ഒക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് വണ്ടി കുറച്ച് സ്പീഡിൽ പോകുന്ന കുഴപ്പമില്ല, പക്ഷേ പതുക്കെ എടുക്കുകയാണെങ്കിൽ സോണറ്റ് അത്യാവശ്യം സ്റ്റിഫായിട്ട്, അതായത് കുറച്ചൊക്കെ ഈ നമ്മൾ കുഴിയിലൊക്കെ ചാടുമ്പോഴുള്ള ഫീൽ നമുക്ക് അകത്തേക്ക് വരും നന്നായിട്ട്. പക്ഷേ നെക്സോണിൽ അങ്ങനത്തെ പ്രശ്നമില്ല. സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റാണ്, പക്ഷേ ഭയങ്കര സോഫ്റ്റ് അല്ല, ഇങ്ങനെ ഹൈ സ്പീഡിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കളിക്കുന്ന പോലെ. പക്ഷേ എന്നാൽ അത്യാവശ്യം നല്ലൊരു സസ്പെൻഷൻ ട്യൂണിംഗ് ആണ് നെക്സോണിൽ ടാറ്റ കൊടുത്തിരിക്കുന്നത്.
ഹൈ സ്പീഡ്സിൽ അങ്ങനെ വേവർ ചെയ്യില്ല. മാത്രമല്ല നമ്മൾ കുഴിയിലൊക്കെ പോകുമ്പം നമുക്കൊരു സോളിഡ് ഫീൽ വരുന്ന രീതിയിൽ അധികം കുഴിയൊന്നും അകത്തേക്ക് അറിയാത്ത രീതിയിലുള്ള നല്ലൊരു ട്യൂണിംഗ് ആണ്. ഓക്കെ, പിന്നെ ഞാൻ പറയാൻ പോകുന്നത് നെക്സോണിൻ്റെ എഞ്ചിനെ പറ്റിയാണ്. ഇതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ സോണറ്റിൻ്റെ ബേസ് എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ അതൊരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. 8 ലക്ഷം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും മിക്കവാറും വരുന്നത്. പ്രൈസ് ഇതുവരെ സോണറ്റിന് വന്നിട്ടില്ല. പക്ഷേ നെക്സോണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. ബേസ് വേരിയൻറ്റ് മുതൽ തന്നെ അവർ 1.2 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. നെക്സോണിലുള്ള 1.2 ലിറ്റർ ടെർബോ സോണറ്റിലുള്ള 1.2 ലിറ്റർ എന്നേക്കാൾ തീർച്ചയായും നല്ലതാണ്. വൈബ്രേഷൻസ് ഒക്കെ സോണറ്റിൽ കുറച്ച് കുറവായിരിക്കും. പക്ഷേ എന്നാൽ പവറിൻ്റെ കേസിൽ നെക്സോൺ 120 bhp, മറ്റതിൻ്റെ 1.2 എന്നെ ജസ്റ്റ് 83 bhp ആണ്. അത് കുറച്ച് അണ്ടർ പവർഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ നെക്സോൺ ടെർബോയുടെ റേഞ്ചിലേക്ക് കയറുകയാണെങ്കിൽ ഈ ബാക്കി ടെർബോ പെട്രോൾ എഞ്ചിൻസ് ഉള്ള വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് വലിയ കുറച്ച് കുറവായിട്ട് തോന്നുന്നത്. അല്ലാണ്ട് നമ്മൾ 1.2 NA എഞ്ചിൻസ് വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് അത്യാവശ്യം പവർ ഉണ്ട്, അത് കുഴപ്പമില്ല. പ്രത്യേകിച്ച് രണ്ടിൻ്റെയും ബേസ് റേഞ്ചിൽ വരുന്ന എക്സ്ഷോറൂം പ്രൈസും 8 ലക്ഷത്തിനടുത്താണ്. നെക്സോണിൻ്റെ 8-10 ആണ്. സോണറ്റിന് വന്നിട്ടില്ല, എനിക്ക് തോന്നുന്നു 8-10 ഒക്കെ ആയിരിക്കും. എന്തായാലും ഗൈസ്, അതാണ് സോണറ്റും നെക്സോണും തമ്മിലുള്ള ഒരു ചെറിയ കമ്പാരിസൺ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.